ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാം ടഫായിരിക്കും. അതിന് കൃത്യമായിട്ട് 3 കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇത് മന്ത്രി ശിവൻകുട്ടി ഒരു സ്പീച്ചിൽ പറഞ്ഞ കാര്യം കൂടി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ SSLC +1 +2 സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്താണ് ഇതിൽ കണ്ടിരിക്കണം. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാം വെറുതെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾ പൊട്ടും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അടിച്ചോ. 3 കാരണം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാം ടഫ് ആകാൻ കാരണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം SSLCക്കാർ വെച്ചിട്ട്. മകളെ, SSLC നിങ്ങൾ എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം 16% ഫുൾ A+ കിട്ടിയത് അല്ലേ. ഫുൾ A+ എന്ന് പറഞ്ഞാൽ എന്താ, ടോപ്പ് സ്റ്റുഡൻസ്. അതിന് മേലെ നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് ഇല്ല. ഫുൾ A+നെക്കാളും നല്ല മാർക്കോ നല്ല സ്കോറോ ഇല്ല. ഈ ഫുൾ A+ കിട്ടിയ കുട്ടികൾ 16%, ഒരു 4 ലക്ഷം എഴുതിയ 16,71,000 കുട്ടികൾക്ക് ഇത്ര കിട്ടിയാൽ തന്നെ +1 അഡ്മിഷൻ പ്രശ്നമാണ്. ഈ വർഷം പ്രശ്നമാണ്. അപ്പോൾ +1 സ്റ്റുഡൻസിന് അറിയാം, +2 സ്റ്റുഡൻസിന് അറിയാം. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫുൾ A+ കിട്ടിയവർക്ക് വരെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള സ്കൂളിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള സീറ്റ് കിട്ടിയിട്ടില്ല. അത് ഈ അടുത്ത് നമ്മുടെ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ കാര്യം എന്നല്ലേ, പ്രശ്നം എന്താണ്, ഇത് നിങ്ങൾക്ക് സീറ്റ് കറക്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്നില്ല. എക്സാം നടത്തുന്നത് നല്ലോണം പഠിക്കുന്ന കുട്ടികൾ, നല്ലോണം കുറച്ചുകൂടി താഴെയുള്ള പഠിക്കും, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അത് കിട്ടുന്നില്ല. 16% ഏറ്റവും ടോപ്പിലായ പിന്നെ എന്ത് ചെയ്യാനാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ എക്സാം ടഫായിരിക്കും. കാരണം നിങ്ങൾ കോൺസെപ്റ്റ് ബേസ്ഡ് എക്സാംസ് ചോദിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല തരാൻ പോകുന്നത്. അപ്പോൾ ടഫായിരിക്കും ഫസ്റ്റ് വരിക. അപ്പോൾ SSLCക്കാർക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി +1ലേക്ക് വരുന്ന സ്റ്റുഡൻസ്, നിങ്ങൾ ഇത്രയും പ്രോപ്പറായിട്ട് ഒരു +1 എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എക്സാം എഴുതിയിട്ടില്ല, ഒരു പബ്ലിക് രീതിയിലുള്ള എക്സാം എഴുതിയിട്ടില്ല. കാരണം ഓണം എക്സാം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് സ്കൂളുകൾ തീരുമാനിച്ച് ക്ലാസ് ടീച്ചർ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് ഫൈനൽ എക്സാം എഴുതുന്ന ടീമല്ല ഉണ്ടാക്കിയത്. അപ്പം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പഠിപ്പിച്ച ആ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ എന്താണ് പ്രോപ്പർ എക്സാം എഴുതിയിട്ടില്ല. ഓക്കെ, പ്രോപ്പർ +1 രീതിയിലുള്ള എക്സാം എഴുതിയിട്ടില്ല. SSLC എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തകർക്കാൻ പറ്റും. ഫുൾ A+ കിട്ടിയ കുട്ടിയായിരിക്കും. പക്ഷേ +1 എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് കുറേ ചാപ്റ്റർ ഉണ്ട്. ഏകദേശം 10-11 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓരോന്നിലും. ഓക്കെ, ആൻഡ് ഈ പ്രാവശ്യം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. 10ാം ക്ലാസ്സിനെക്കാളും ടഫാണ് +1, നിങ്ങൾക്കറിയാം. അപ്പോൾ ക്രിസ്മസ് എക്സാം നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതാൻ പോകുന്നത് പബ്ലിക് രീതിയിൽ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ പോകുന്ന ഫസ്റ്റ് എക്സാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ചെന്ന പാറ്റേൺ മാത്രമാവില്ല. അപ്പോൾ നിങ്ങൾ എന്നും പ്രതീക്ഷിക്കണം. അതൊരു കാര്യം. +2കാരോട് ലാസ്റ്റ് കാരണം, നിങ്ങൾ +2 ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം +1 മാത്സിൽ എന്താണ് സംഭവിച്ചതെന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം എന്നാലും ഇവർക്ക് SSLCയിലെ +1 കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. +2കാരോട് ഞാൻ പ്രത്യേകിച്ച് വാർണിംഗ് ഒന്നും തരണ്ട. നിങ്ങളുടെ +1 മാത്സ് എക്സാം നിങ്ങൾ എങ്ങനെ സീനാക്കി നിങ്ങൾക്കറിയാലോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ. ഇത് +2കാർക്ക് വേണ്ടിയിട്ടോ. നിങ്ങൾ കഴിഞ്ഞ വർഷം ഒരു +1 മാത്സ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. NCERTയിൽ നിന്നോ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേണേ അല്ലായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 4-5 ക്വസ്റ്റ്യൻ ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നേ വരെ ചോദിക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ +2കാർക്കറിയാം എപ്പോൾ വേണമെങ്കിലും അങ്ങ് പാറ്റേൺ മാറ്റാം, എപ്പോൾ വേണമെങ്കിൽ ടഫാക്കാം. അപ്പം നിങ്ങളെ എനിക്ക് പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യം, നിങ്ങൾ റെഡിയാണ്. പക്ഷേ SSLCയിലും +1ലെയും കുട്ടികൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത്രയും കാലം പ്രതീക്ഷിച്ച് സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് നല്ല ഒരു കുഴപ്പമില്ലാണ്ട് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുന്ന ടൈപ്പ് എക്സാം ആയിരിക്കില്ല ക്രിസ്മസ് എക്സാം. ഓക്കെ, അപ്പം SSLC +1 +2കാർ ബി റെഡി. അതിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ നിങ്ങൾ പേടിപ്പിച്ചിട്ട് പോകാൻ പോകല്ല. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഉണ്ട്. അത് മക്കളെ, സൺഡേ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. താഴെ കാണുന്ന ഈ ടൈമിലാണ് നിങ്ങളുടെ ലൈവ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, കമൻറ്റിൽ ലിങ്ക് ഉണ്ട്. ഇപ്പം തന്നെ പോയിട്ട് നോട്ടിഫൈ ചെയ്ത് വെക്കുക. സൺഡേ ആ സമയത്ത് എല്ലാവരും സ്റ്റഡി പ്ലാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ 10-20 ദിവസം കൂടെ എക്സാമിനുള്ളൂ അല്ലേ, 30 ദിവസം ഒന്നുമില്ല, അതിനെക്കാളും കുറവേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ എങ്ങനെ പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കാമെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞു തരാം. ക്രിസ്മസ് എക്സാമൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാം. എല്ലാവരും കമൻറ്റ് ചെയ്യുക. വി ആർ റെഡി. സൺഡേ നമുക്ക് കാണാം. SSLC +1 +2 സ്റ്റുഡൻസ്, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ക്രിസ്മസ് എക്സാം.